ഹലോ, എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? ഇന്ന് നമ്മൾ എക്സ്പീരിയൻസ് ആയിട്ട് ഷെയർ ആക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് ലത്താഫയുടെ ബദി അൽ ഊദ് അല്ലെങ്കിൽ ഊദ് ഊദ് ഫോർ ഗ്ലോറി പറഞ്ഞിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. ഓക്കെ, ഇത് രണ്ടടി അടിക്കട്ടെ. ഈ പെർഫ്യൂം ഇനീഷ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നീഷ് ബ്രാൻഡിൻ്റെ ഊദ് ഫോർ ഗ്രേറ്റ്നസ് പറഞ്ഞിട്ടുള്ള ഒരു പെർഫ്യൂമിൻ്റെ ഇൻസ്പയർഡ് വേർഷനാണ്. ഓക്കെ, ഇനീഷ്യൂ ഊദ് ഫോർ ഗ്രേറ്റ്നസ് പറഞ്ഞിട്ടുള്ള പെർഫ്യൂം ഭയങ്കരമായിട്ട് ക്ലിക്കായി. നീഷ് പെർഫ്യൂംസ് ബ്രാൻഡിൽ റിയൽ ഊത് ഉപയോഗിച്ചിട്ട് വരുന്ന അത്യാവശ്യം പ്രൈസിയാണ്. നമ്മുടെ നാട്ടിൽ 25 to 35K ആ റേഞ്ചിലാണ് ഈ പെർഫ്യൂം കിട്ടുന്നത്. ഞാനത് ഒറിജിനൽ സ്നിഫാക്കിയിട്ടുണ്ട് കേട്ടോ. അത് വെച്ചിട്ട് ഞാൻ കമ്പയർ ചെയ്ത് പറഞ്ഞുതരാം ഇത് എത്രത്തോളം ക്ലോസ് ആണ്, ഇത് എത്രത്തോളം ആ ഒരു DNA ക്യാപ്ചർ ചെയ്തിട്ടുണ്ടെന്നൊക്കെ നമുക്ക് പറഞ്ഞുതരാം. ഞാൻ ഇനീഷ്യൂ ഊദ് ഫോർ ഗ്രേറ്റ്നസിൻ്റെ ഏതാണ്ട് ഓൾമോസ്റ്റ് എല്ലാ ക്ലോണുകളും ഞാൻ സ്നിഫാക്കിയിട്ടുണ്ട്. റെപ്യൂട്ടബിൾ കമ്മ്യൂണിറ്റിയിൽ ഹൈപ്ഡ് ആയിട്ടുള്ളത് സോങ് ഓഫ് ഊദ് അജ്മലിൻ്റെ. ഓക്കെ, ഇത് ഞാൻ സ്നിഫാക്കിയിട്ടുണ്ട്. ഇത് ഇത്തിരി പ്രൈസി ആയിട്ടുള്ളൊരു ക്ലോണാണ്. 9,000-10,000 രൂപയുടെ വില വരുന്നുണ്ട്. പിന്നെ അഫ്നാൻ സുപ്രീമസി ഇൻ ഊദ്, അതും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ക്ലോണാണ്. പിന്നെ ലത്താഫയുടെ ഇത് ബദി അൽ ഊദ്, ഇതും നല്ലൊരു പെർഫ്യൂമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ കമ്പാരിസണിൽ ഒക്കെ പറഞ്ഞുതരാം. അങ്ങനെ ഈ പെർഫ്യൂം ഇതേപോലെ ഇനീഷ്യൂ ഊദ് ഫോർ ഗ്രേറ്റ്നസ് അത് വെസ്റ്റേൺ കൺട്രീസിലും അതേപോലെ നമ്മുടെ മിഡിൽ ഈസ്റ്റ് കൺട്രീസിലും ഒരുപോലെ ക്ലിക്കായിട്ടുള്ള പെർഫ്യൂമാണ്. ചില പെർഫ്യൂംസ് വെസ്റ്റേൺ കൺട്രീസിൽ അങ്ങനെ ക്ലിക്കാവാറില്ല യൂഷ്വലി. പിന്നെ ഇതിന് ഊദ് പെർഫ്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു ഫ്രഷ് പെർഫ്യൂം അടിച്ചിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ 2 പേരുള്ളെങ്കിൽ അപ്പുറത്തെ ആൾക്കും നമ്മളെ കിട്ടും, നമ്മളടിച്ചിട്ടുള്ള പെർഫ്യൂം അവനും കിട്ടും, അവനടിച്ച പെർഫ്യൂം നമുക്കും കിട്ടും, നമ്മളടിച്ചിട്ടുള്ള പെർഫ്യൂം അവനും കിട്ടും. ഇനി നമ്മളൊരു ഗ്യാങ്ങിലാണ്, നമ്മുടെ അടുത്ത് കുറേ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ഫ്രഷ് പെർഫ്യൂം അടിച്ചിട്ടൊരു കാര്യമില്ല, അവിടെ ഇതൊന്നും വില പോകില്ല. അവിടെയാണ് ഊദ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പെർഫ്യൂം അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഡിസ്റ്റിങ്വിഷ് ആയിട്ടും നിങ്ങളെ മാറ്റി നിർത്തപ്പെടും, അല്ലെങ്കിൽ നിങ്ങളെ അവിടെ നോട്ടീസ് ചെയ്യപ്പെടും. ആ ഒരു ആസ്പെക്റ്റിലൊക്കെയാണ് ഊദ് എന്ന് പറഞ്ഞിട്ടുള്ള പെർഫ്യൂം ഒരു ഡോമിനൻ്റ് പെർഫ്യൂമാണ്. അപ്പോൾ അത് ഇത്തിരി സ്ട്രോങ് പെർഫ്യൂം അതിൻ്റെ പേരിൽ തന്നെ ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള അതിൻ്റെ ഒരു നാച്ചുറൽ പേരിൽ തന്നെ ചില ആളുകൾക്ക് ഇതിന് ലൈക്ക്നെസ്, ആ ഒരു ഇഷ്ടം എന്നുള്ള ഫാക്ടർ കുറച്ച് ഒരു 2 തുണിയിൽ കാലിട്ട പോലെയാണ്. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. ആ ഉള്ള സമയത്താണ് ഇനീഷ്യൂ ഊദ് ഫോർ ഗ്രേറ്റ്നസ് പറഞ്ഞിട്ടുള്ള പെർഫ്യൂം വന്നിട്ടുള്ളത്. ആ പെർഫ്യൂം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ആ പെർഫ്യൂമിൽ ഊദ് വേണ്ട ഒരു ഊതുണ്ട്, അപ്പുറത്തെ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന ഊതല്ല. ഊതിൻ്റെ DNA കറക്റ്റായിട്ട് ഇതിലുണ്ടതാനും എന്നാൽ എനിമാലിക്കോ സ്കാങ്കിയോ അല്ല, സ്വീറ്റ്നെസ് ഉള്ള യൂണിസെക്സ് ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഊതാണ് ഇനീഷ്യൂ ഊദ് ഫോർ ഗ്രേറ്റ്നസ്. ഞാനത് സ്നിഫാക്കിയിട്ടുണ്ടായിരുന്നു. അത് സ്നിഫാക്കിയതിൻ്റെ അന്ന് ടോപ്പ് നോട്ടും മിഡിൽ നോട്ടും ട്രാക്ക് ചെയ്യാൻ പറ്റി, ബേസ് നോട്ട് വരെ ട്രാക്ക് ചെയ്യാൻ പറ്റില്ല, ഞാൻ തിരക്കപ്പെട്ടു. അങ്ങനെ അതാണ് ഇനീഷ്യൂ ഊദ് ഫോർ ഗ്രേറ്റ്നസ് പറഞ്ഞിട്ടുള്ളൊരു പെർഫ്യൂമിൻ്റെ കിടപ്പ്. ഇനി നമ്മൾ ബദി അൽ ഊദ് പറഞ്ഞിട്ടുള്ള ഈ പെർഫ്യൂം, ഇത് ഇനീഷ്യൂ ഊദ് ഫോർ ഗ്രേറ്റ്നസ് ഞാൻ അന്ന് അടിച്ചപ്പോൾ അതിൻ്റെ ഓപ്പണിംഗ് നോട്ട് യൂണിസെക്സ് ആയിരുന്നു, പ്യുവർലി യൂണിസെക്സ്. ആരടിച്ചാലും ഏത് മനുഷ്യനടിച്ചാലും ഇപ്പോൾ ഊതാന്നുള്ളൊരു ഇത് കുത്തുന്ന ഒരിക്കലും അതല്ല വന്നിരുന്നത്. ഭയങ്കര പ്ലഷറബിളായിട്ട് എൻജോയബിൾ ആയിട്ടുള്ള ഭയങ്കര റിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആയിരുന്നു അതിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇത് അടിച്ചു കഴിഞ്ഞാൽ ഇനീഷ്യോയുടെ ഡയറക്റ്റ് തന്നെ മിഡിൽ നോട്ടൊക്കെ പോണത്. ഇനീഷ്യോ അത് അടിച്ച ശേഷം ഓപ്പണിംഗ് നോട്ടിൽ ഒരു 15-20 മിനിറ്റോളം ഓപ്പണിംഗ് നോട്ടിൻ്റെ ആ ഒരു വൈബ്, ആ ഒരു സ്വീറ്റ്നെസ് ഉള്ള ആ ഒരു എൻജോയബിൾ ആയിട്ടുള്ള വൈബ് അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ പൂ വിടരുന്നത് പോലെ അത് പിന്നെ മിഡിൽ നോട്ടിലേക്ക് പോയിട്ട് ഭയങ്കരമായിട്ടൊരു വേറൊരു ഡയമെൻഷൻ മാറിപ്പോകുന്ന ഒരു പെർഫ്യൂമായിട്ട് മാറുകയായിരുന്നു ഇത് ഇനീഷ്യൂ ഊദ് ഫോർ ഗ്രേറ്റ്നസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് നേരിട്ട് തന്നെ ഇത് ഓപ്പണിംഗ് നോട്ട് യൂണിസെക്സ് ആയിട്ട് അങ്ങോട്ട് ഫീൽ ആയിട്ടില്ല, കുറച്ച് മസ്കുലിനിറ്റി ഉള്ള കുറച്ചും കൂടി ഹാർഡായിട്ട് അങ്ങോട്ട് പോണ ഒരു ഇതാണിത്. അത് ഇതിലെ സിന്തറ്റിക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് കാരണമാണ് അത്. അവർക്ക് അത്ര റിഫൈൻമെൻറ്റ് കൊണ്ടുവരാൻ പറ്റുമല്ലോ സിന്തറ്റിക് ആണെന്നുണ്ടെങ്കിൽ. അതെ, കുറച്ച് മസ്കുലിനാണ്, ഹാർഡായിട്ടുള്ളൊരു മസ്കുലിൻ നേച്ചർ ഈ പെർഫ്യൂമിനുണ്ട്. ഇത് നേരെ പോകണു ഇനീഷ്യോയുടെ മിഡിൽ നോട്ടിലേക്കാണ് കേട്ടോ. ഓക്കെ, ഇതിൻ്റെ നോട്ട്സ് എങ്ങനെയാണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, ഇതിൻ്റെ
ടോപ്പ് നോട്ട് സാഫ്രോൺ നട്ട്മഗ് ലാവൻഡർ, മിഡിൽ നോട്ട് അഗർവുഡ് പച്ചോളി, ബേസ് നോട്ട് അഗർവുഡ് പച്ചോളി മസ്ക്. ഓക്കെ, ഇതൊന്നും എന്ത് സ്മെല്ലാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു വൈബ് പുറത്തേക്ക് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓപ്പണിംഗ് നോട്ടിലൊരു സാഫ്രോണും കുറച്ച് ഊത് പറഞ്ഞു കഴിഞ്ഞാൽ ഡാർക്കർ വൈബിലുള്ള ഊതാണ്, എന്നാൽ അനിമാലിക്കോ സ്കാങ്കോ അല്ല, നമുക്കൊരു മിസ്റ്ററീനെസ് ഉള്ള ഒരു ഊതാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് ലീനിയറാണ്, വല്ലാണ്ട് അങ്ങോട്ട് ചേഞ്ച് ആവണമൊന്നുമില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നോട്ടും നമുക്ക് എന്താ ഒരു ഫീൽ വെച്ച് കഴിഞ്ഞാൽ ഒരു മൈലാഞ്ചിയുടെ ഒരു മണമൊക്കെ തോന്നുന്നുണ്ട്. എനിക്ക് അറിയില്ല കേട്ടോ, ഇത് കമൻറ്റ് ചെയ്ത് സ്മെൽ ചെയ്ത ആൾക്ക് സ്നിഫ് കിട്ടിയിട്ടുള്ള ഒരു മൈലാഞ്ചിയുടെ മണം, മൈലാഞ്ചിയുടെ ചെടിയൊക്കെ നമ്മൾ എടുത്തിട്ട് അരച്ച് കഴിഞ്ഞാലൊക്കെ നമുക്കൊരു ചെറുതായിട്ട് ഈ ഒരു വൈബിൾക്കൊക്കെ വരാൻ കഴിയും. ആ ഒരു മണം കിട്ടുന്നുണ്ട് സ്മെല്ല്. എനിക്കിതൊരു 90% ക്ലിക്കായിട്ടുള്ളൂ ഈ പെർഫ്യൂം. ഓക്കെ, അതൊന്നും ഇനീഷ്യോ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇനീഷ്യോ ക്ലിക്കായി വെച്ചാൽ ഇനീഷ്യോ നല്ല ഇഷ്ടമായി. ഇനീഷ്യോയുടെ ആ ഒരു ലെവൽ എത്തിപ്പിടിക്കാനുള്ള മെച്യൂരിറ്റി അന്ന് ആയിട്ടുണ്ടായിരുന്നില്ല. അതുതന്നെയാണ് ഇതിലും. ഈ പെർഫ്യൂമിൻ്റെ ഭംഗി അത് ഫുള്ളായിട്ട് ഗ്രാസ്പ് ചെയ്യാൻ ഞാൻ അങ്ങോട്ട് എത്തിയിട്ടില്ല. ഓക്കെ, എനിക്കങ്ങനെ ഇത് ഫീൽ ആയിട്ടുള്ള വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 25 വയസ്സുകാരൻ ഈ പെർഫ്യൂം അടിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തുള്ള ഒരു 25 വയസ്സുകാർക്ക് ഈ പെർഫ്യൂം അങ്ങനെ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. ഈ പെർഫ്യൂം മെച്യൂർഡ് പെർഫ്യൂമാണ്. ഇത് ഇപ്പോൾ ഒരു കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂത്തിലുള്ള ആളുകളുണ്ടല്ലോ, നമ്മൾ ഭക്ഷണം കഴിക്കും, സ്റ്റേജിൻ്റെ അങ്ങോട്ട് കയറും, അവിടെ ഇവിടെയൊക്കെ പോവും. പക്ഷേ ഈ പെർഫ്യൂം ഡിമാൻഡ് ചെയ്യുന്ന ആളുകൾ എങ്ങനെയാണെന്ന് അറിയോ, നമ്മൾ ഈ പെർഫ്യൂം അടിച്ചിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വൈബ് കിട്ടില്ല. ഇത് ഇപ്പോൾ കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഇങ്ങനെ കുറച്ച് ആളുകൾ ഇരിക്കുമല്ലോ, അവരെ നമ്മൾ അങ്ങോട്ട് കാണാൻ പോകും. മനസ്സിലായില്ലേ? ആ ഒരു അതോറിറ്റേറ്റീവ് സ്റ്റാറ്റസ് ഉള്ള അവരെ കാണാൻ ആളുകൾ അവരെ തേടി വരും. ആ ഒരു അതോറിറ്റേറ്റീവ് സ്റ്റാറ്റസുള്ള ആളുകൾക്ക് ഉള്ള പെർഫ്യൂമാണിത്. ഒരു 2500 രൂപക്ക് കിട്ടാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. നമ്മളിതിൻ്റെ താഴെയുള്ള പെർഫ്യൂംസിൽ എന്നുള്ള പേരെന്നെ ഉള്ളൂ, അതിലൊന്നും ഒരു ഊതിൻ്റെ റിയലായിട്ടുള്ളൊരു നേച്ചർ ഇല്ല. ആ ഒരു പ്രൈസ് റേഞ്ച് 2500 പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം ഡോമിനൻസ് കീപ്പ് ചെയ്യുന്ന ഒരു ഊത്. നിങ്ങളൊരു 4 ആൾക്കാരുടെ ഇടയിൽ ഒരു ഗ്യാങ്ങിൻ്റെ ഇടയിൽ മറ്റാളുകൾ പെർഫ്യൂം അടിച്ചിട്ടുണ്ടെങ്കിൽ കൂടി അവിടെ ഒരു ഡോമിനൻസ് കീപ്പ് ചെയ്യുന്ന ഒരു പെർഫ്യൂമാണ് ഇത്, ലത്താഫ ബദി അൽ ഊദ്. എന്നാൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാത്ത ഡോമിനൻസ്. ഓക്കെ, നോട്ടീസബിൾ, നിങ്ങൾ നോട്ടീസ് ചെയ്യുന്ന ഒരു പെർഫ്യൂമാണ് ഇത്, ലത്താഫ ബദി അൽ ഊദ്. ഇത് ഈവനിങ് ഫ്രാഗ്രൻസ് ആണ്. പക്ഷേ ഇതിൻ്റെ ഈ മസ്കുലിറ്റി കാരണം ഡേറ്റ് നൈറ്റ് ഫ്രാഗ്രൻസ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അല്ലാന്ന് പറയുള്ളൂ. ഓക്കെ, ഈവനിങ് ഫ്രാഗ്രൻസ് ആണ്. ഇത് പകലടിക്കാട്ടോ, വെയിലുള്ള സമയത്ത് കുറച്ചടിച്ചാൽ മതി, നിങ്ങൾ വല്ലാണ്ടത് അടിക്കരുത്. എന്നാൽ തണുവുള്ള നേരത്തെ അല്ലെങ്കിൽ രാവിലെയൊക്കെ അടിക്കുക, വൈകുന്നേരത്തെ അടിക്കുക, ഉച്ചയ്ക്ക് ഇത് കുറച്ചടിച്ചാൽ മതി. അങ്ങനെ പിന്നെ ഇതിൽ എത്രത്തോളം ഇത് സിമിലാരിറ്റി ഉണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 90% ഇനീഷ്യൂ ഇത് ഫോർ ഗ്രേറ്റ്നെസ്സിനായിട്ട് സിമിലറാണ്. പക്ഷേ ഒന്നും കൂടി നന്നായിട്ട് റിഫൈൻഡും ഒരു ക്വാളിറ്റിയും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അഫ്നാൻ സുപ്രീമസി നൂത് പറഞ്ഞിട്ടുള്ള പെർഫ്യൂമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇനീഷ്യോടെ ഒരു ക്ലോണാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ അഫ്നാൻ്റെ പെർഫ്യൂം എടുക്കണം. അല്ല, ഒരു ഊത് പെർഫ്യൂമാണ് അത്, ഒരു റോയൽ ആയിട്ടുള്ള ഒരു സ്മെല്ലിങ് പെർഫ്യൂമാണ്, ഒരാളെയും ബുദ്ധിമുട്ടിക്കാത്ത ഇതാണ്. ആ ഒരു പെർഫ്യൂമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പോവാം. ലത്താഫയുടെ ഊത് ഫോർ ഗ്ലോറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെർഫ്യൂമിന് പോവാം. പിന്നെ ഒരു ക്വാളിറ്റി ഇല്ല നല്ലൊരു പെർഫ്യൂം, അതായത് ഈ സിസ് അറേബ്യൻ്റെ ഷഗഫ് ലൈനിൽ വരുന്ന പെർഫ്യൂംസും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന പെർഫ്യൂംസാണ് കേട്ടോ. ഇപ്പോൾ ഇത് 2500 രൂപയൊക്കെ ഒരാളിൽ സേവ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു 2000 കൂടി എക്സ്ട്രാ സേവ് ചെയ്തിട്ട് ഈ ഒരു ലൈനിലേക്ക് ഈ ഷഗഫ്, ഇത് ക്വാളിറ്റി ഉണ്ട്, ലൗഡാണ്, പ്രൊജക്ഷൻ, ഇത് നമുക്ക് റിവ്യൂ ഇടാൻ ഇൻഷാല്ലാ. എൻ്റെ ഊത് അസ്വദാണിത്, റോസിൻ്റെ ഒക്കെ ബ്ലെൻഡ് വരുന്നതാണ്. ഇതിനായിട്ട് പിന്നാലെ പോകുന്നേക്കാളും നല്ലത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ, കാരണം ഇത് ഇത്തിരി സിന്തറ്റിക് നേച്ചറാണ്. നമ്മൾ 2 ആഴ്ച കടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മടുപ്പ് വരും. അങ്ങനത്തെ ഒരു പെർഫ്യൂമാണ്. നിങ്ങൾ ഷഗഫ് ഊതിൽക്ക് പോവാം, അല്ലെങ്കിൽ അങ്ങനത്തെ പെർഫ്യൂംസൊക്കെ. പിന്നെ ഓക്കെ, ആ ഒരു ലൈനിലേക്കൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലോറേഷൻ ഊത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റും. ഒരു സെക്കൻഡ്, ഒരു കോൾ വരുന്നുണ്ട്. ഇനി ഇത് ലോങ്ജിവിറ്റി പ്രൊജക്ഷൻ. ലോങ്ജിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 5-8 മണിക്കൂർ 9 മണിക്കൂർ ഈ സാധനം ലോങ്ജിവിറ്റി ഉണ്ട് കേട്ടോ ഷർട്ടിൽ. പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ അത്യാവശ്യം നല്ലൊരു പ്രൊജക്ഷൻ എന്ന് പറയാൻ പറ്റും. എന്നാൽ ഭയങ്കര ലൗഡും അല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രൊജക്ഷൻ. കുഴപ്പമില്ല, കുറച്ച് കൂടുതൽ അടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പ്രൊജക്ഷൻ ലോങ്ജിവിറ്റി ഉണ്ട്. നമ്മൾ അടിക്കുന്ന ഒരു പോലത്തെ ഒരു 5-8 അടിയിലൊക്കെ ഒതുങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതാണ് കിട്ടുക, ഒരു മോഡറേറ്റ് പ്രൊജക്ഷനും ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലാസ്റ്റിംഗ് പെർഫ്യൂം ഉണ്ട്. 2500 രൂപ കിട്ടുകയാണ്. ആ ഒരു സ്മെല്ലുണ്ടല്ലോ,
അത് തന്നെയാണ് അതിൻ്റെ ഗ്രേറ്റ് ഓഫറിങ്. ലൗഡ്നെസ്സും പ്രൊജക്ഷനും ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ് ബേസിക്കലി. അങ്ങനെ അതാണ് പെർഫ്യൂമും. ഇത് യൂണിസെക്സ് ആണ്, പക്ഷെ ഞാൻ പറഞ്ഞില്ല ഓപ്പണിങ് ഇത്തിരി മസ്കുലിനായിട്ടാണ് പോകുന്നത്. പിന്നെ അത് അടിക്കേണ്ട ഒക്കേഷൻസ് പറഞ്ഞ് ഈവനിങ്, അതേപോലെ രാവിലെയൊക്കെ അടിക്കാൻ പറ്റും. തണവുള്ള നേരത്തെ അടിച്ച് കഴിഞ്ഞാൽ ഏറ്റവും നന്നു. ഉച്ചക്ക് അടിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ വല്ലാണ്ട് വെയിൽ തട്ടിക്കഴിഞ്ഞാൽ പെർഫ്യൂം ഈ മൈലാഞ്ചിയുടെ മണം ഭയങ്കരമായിട്ട് ഇതായിട്ട് വരുന്നുണ്ട്, കുറച്ച് സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. പിന്നെ അതേപോലെ കുറച്ച് മെച്ചൂർഡ് ഫ്രാഗ്രൻസ് ആണ്. എല്ലാവരും ഓടിപ്പോയിട്ട് എടുക്കണേക്കാളും നല്ലത് ഇതൊന്ന് ടെസ്റ്റ് ആക്കുക. നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആദ്യത്തെ 2 ആഴ്ച അടിച്ചിട്ട് നിങ്ങളിത് ഷെൽഫിൽ വെക്കാൻ സാധ്യതയുള്ളൂ. അങ്ങനെയുള്ള പെർഫ്യൂമാണ്, അടിച്ച് തീർക്കാൻ സാധ്യത കുറവാണ്. കാരണം ഇതിൻ്റെ നേച്ചർ അങ്ങനെയാണ്. പ്ലേഫുള്ളോ യൂത്ത്ഫുൾനെസ്, പ്ലേഫുള്ളായിട്ടുള്ളൊരു ഇതില്ല ഇതിൽ അങ്ങനെ. ഓക്കെ, ഇത് എടുത്തോളിട്ടാ. നിങ്ങൾക്ക് ചെറുപ്പക്കാർക്കൊക്കെ എടുക്കാൻ പറ്റുന്ന പെർഫ്യൂമിനാണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു കാര്യങ്ങൾ അതിലുണ്ടെന്ന് അറിയാം നിങ്ങൾക്ക്. ഒന്ന് ഡീക്കൻഡോ അല്ലെങ്കിൽ ഒന്ന് ട്രയലാക്കിയിട്ടോ എടുക്കുക ഇൻഷാ അല്ലാഹ്. എന്നാൽ ശരി, നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഓക്കെ.